2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും വനിതാ സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചതും പാസാക്കിയെടുത്തതും. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2029 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ വനിതാ സംവരണം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 542 അംഗങ്ങളുള്ള ഇന്ത്യൻ ലോക്സഭയിൽ 179 സീറ്റുകൾ വനിതാ സംവരണമായിരിക്കും. കേരളത്തിലേക്ക് എത്തിയാൽ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 7 എണ്ണം വനിതാ സംവരണമായിരിക്കും. 140 അംഗ കേരള നിയമസഭയിൽ 48 വനിതാ സംവരണ സീറ്റുകൾ ഉണ്ടാകും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഭേദമില്ലാതെ തന്നെ കേരളത്തിൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഒരു വെല്ലുവിളിയാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഭരണനിർവഹണം നടത്തുന്ന നിയമനിർമ്മാണം നടത്തുന്ന 15ാം നിയമസഭയുടെ അംഗബലം പരിശോധിക്കുമ്പോൾ കേവലം 12 വനിതാ അംഗങ്ങൾ മാത്രമാണുള്ളത്. UDFന് 2 വനിതാ അംഗങ്ങളുള്ളപ്പോൾ LDFന് 10 വനിതാ അംഗങ്ങളുണ്ട്. UDFൽ നിന്ന് ഉമാ തോമസും KK രമയും വനിതാ അംഗങ്ങളായി ഉള്ളപ്പോൾ LDFൽ നിന്ന് CK ആശയും ദലീമയും J ചിഞ്ചു റാണിയും കാനത്തിൽ ജമീലയും KK ശൈലജ ടീച്ചറും OS അംബികയും പ്രൊഫസർ R ബിന്ദുവും ശാന്തകുമാരി കെയും U പ്രതിഭയും വീണ ജോർജുമാണ് വനിതാ അംഗങ്ങളായിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മന്ത്രിസഭയുടെ കാര്യമെടുത്താൽ 3 വനിതാ അംഗങ്ങളാണുള്ളത്. CPMൽ നിന്ന് വീണ ജോർജും പ്രൊഫസർ ബിന്ദുവും CPIയിൽ നിന്ന് J ചിഞ്ചു റാണിയും. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പും 2031 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വനിതാ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ അവസരം നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിൽ വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുക ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം അത് പറയാൻ സാധിക്കുക IUML അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1948 ഈ പാർട്ടി രൂപീകൃതമായതിനു ശേഷം ഒരു വട്ടം മാത്രമാണ് നിയമസഭയിലേക്ക് അവർ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. അത് 2021 കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നായിരുന്നു. നീണ്ട 15 വർഷക്കാലം കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്ന ലീഗിന്റെ മുതിർന്ന വനിതാ നേതാവ് അഡ്വക്കേറ്റ് മുർബീന റഷീദാണ് അന്ന് കോഴിക്കോട് സൗത്തിൽ നിന്ന് ജനവിധി തേടിയത്. MK മുനീർ കൊടുവള്ളിയിലേക്ക് മാറിയതോടെയാണ് മുർബീനയ്ക്ക് കോഴിക്കോട് സൗത്തിൽ സ്ഥാനാർത്ഥിത്വം ലീഗ് നൽകിയത്. എന്നിരുന്നാലും ശക്തമായ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ INL സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനോട് 12,000-ഓളം വോട്ടുകൾക്ക് മുർബീന റഷീദ് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 3 വനിതാ സ്ഥാനാർത്ഥികളെയായിരിക്കും ലീഗ് കളത്തിലിറക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ പേരുകാരി എന്ന് പറയുന്നത് 2021 കോഴിക്കോട് മത്സരിച്ച് പരാജയപ്പെട്ട അഡ്വക്കേറ്റ് മുർബീന റഷീദ് തന്നെയായിരിക്കും. എന്നാൽ 2026 അവർക്ക് കോഴിക്കോട് സൗത്തിനേക്കാൾ താരതമ്യേന സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകി ലീഗ് മത്സരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2026 മുർബീന റഷീദിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സുരക്ഷിതമായ സീറ്റ് കൂടാതെ തന്നെ കോഴിക്കോട് സൗത്തിലും അഴീക്കോട് മണ്ഡലത്തിലും വനിതാ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. അവരുടെ പരിഗണനയിലുള്ളത് 2 യുവ വനിതാ സ്ഥാനാർത്ഥികളാണ്. കോഴിക്കോട് സൗത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരരംഗത്തിറങ്ങുന്നത് അവരുടെ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് നജ്മ തഫ്ഷീറയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 2013 MSFലൂടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്കും കേരള രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്ന നജ്മ തഫ്ഷീറ പിന്നീട് MSFന്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഹരിതയുടെ സംസ്ഥാന അധ്യക്ഷയായും പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഇവർ ഇപ്പോൾ ലീഗിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതാ അംഗം കൂടിയാണ് നജ്മ തഫ്ഷീറ. മലബാർ മേഖലയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ സുപരിചിതയായ നജ്മ തഫ്ഷീറ അതുകൂടാതെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെയും മുഖ്യധാരാ മാധ്യമങ്ങളിലെയും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളുടെ പേരിൽ കേരള ജനതയ്ക്ക് തന്നെ സുപരിചിതയാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഇവർ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷക കൂടിയാണ്.
മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ MK മുനീർ 2016, 2021 കാലഘട്ടത്തിൽ പ്രതിനിധീകരിച്ചിരുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലം തിരികെ പിടിക്കുവാൻ നജ്മയുടെ സ്ഥാനാർത്ഥിത്വം സഹായകരമാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലമായതുകൊണ്ട് തന്നെ യാഥാസ്ഥിതിക മുസ്ലിം വിഭാഗങ്ങളുടെ എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നും വിലയിരുത്തപ്പെടുന്നു. ലീഗ് മൂന്നാമതായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിയും മുസ്ലിം യൂത്ത് ലീഗിന്റെ വനിതാ മുഖമായ ഫാത്തിമ തെഹ്ലിയയാണ്. ഇവരും ഒരു അഭിഭാഷകയാണ്. ശ്രദ്ധേയമായ സാമൂഹിക നിലപാടുകളിലൂടെ കേരള ജനതയ്ക്ക് സുപരിചിതയായ വ്യക്തിത്വമാണ്. ഇവരെ അഴീക്കോട് സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് യുവജന വിഭാഗത്തിന്റെ വനിതാ മുഖമായ ഹരിതയുടെ സംസ്ഥാന അധ്യക്ഷയായിരിക്കെയാണ് ഫാത്തിമ തെഹ്ലിയ പൊതുസമൂഹത്തിന് മുന്നിൽ ശ്രദ്ധേയയാകുന്നത്. ലീഗിനുള്ളിൽ നിലനിൽക്കുന്ന യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ തന്റെ എതിർപ്പ് പരസ്യമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യമായി വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. പിന്നീട് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദവി അലങ്കരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനും CPM-നുമെതിരെ കടുത്ത കടന്നാക്രമണം നടത്തുകയും സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ ജനപക്ഷപരമായ നിലപാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് കേരള ജനതയുടെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഇവരെ അഴീക്കോട് സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കുവാനാണ് ലീഗ് ആലോചിക്കുന്നത്. അഴീക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2016, 2021 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തനായ യുവ നേതാവ് KM ഷാജി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. 2016 പൊതു തെരഞ്ഞെടുപ്പിൽ CPM പ്രസ്റ്റീജ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച MV രാഘവന്റെ മകൻ MV നികേഷ് കുമാറിനെയാണ് ഷാജി പരാജയപ്പെടുത്തിയത്. എന്നാൽ 2021 ശക്തമായ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ CPM ഈ സീറ്റ് KV സുമേഷിലൂടെ തിരികെ പിടിക്കുകയായിരുന്നു. 2021 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് KM ഷാജി KV സുമേഷിനോട് പരാജയപ്പെട്ടത്. എന്നാൽ KV സുമേഷ് എന്ന സ്ഥാനാർത്ഥി തന്നെ വീണ്ടും മത്സരരംഗത്തിറങ്ങിയാൽ, ഫാത്തിമ തെഹ്ലിയെ പോലെ ഒരു യുവ വനിതാ മുഖത്തെ മത്സരരംഗത്തിറക്കിയാൽ വിജയം ഉറപ്പാക്കുവാൻ കഴിയുമെന്നാണ് മുസ്ലിം ലീഗും UDF-ഉം വിലയിരുത്തുന്നത്. 3 വനിതാ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകുക എന്നതിനപ്പുറം കൃത്യമായ പ്രവർത്തനത്തിലൂടെ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഇവരെ വിജയിപ്പിച്ച് 3 വനിതാ MLA-മാരെ നിയമസഭയിൽ എത്തിക്കുവാനും UDF അധികാരം നേടിയാൽ ഇവരിൽ ഒരാളെ മന്ത്രിയാക്കുവാനുമുള്ള ആലോചനകളും ലീഗിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 2029-ലും 2031-ലുമായി പ്രാബല്യത്തിൽ വരാൻ പോകുന്ന വനിതാ സംവരണത്തിന് കൃത്യമായ മുന്നൊരുക്കം നടത്തി പുരോഗമനപരമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ലീഗ് ഇത്തരം ആലോചനകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏതായാലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും ചർച്ചകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.